അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ലേക്ക് ഏരോഹെഡ് ആണ് ഈ കാണുന്നത്. ലേക്ക് ഏരോഹെഡ് ഒരു കൃത്രിമ ലേക്കാണ്. ഈ ലേക്ക് ഇവിടുത്തെ വലിയ റിച്ച് ആൾക്കാർ ഒരു കൃത്രിമം എന്ന് പറയുന്നത് തടഞ്ഞു വെച്ച് തടയണകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൃത്രിമമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലേക്കാണിത്. ഇവിടെ ചുറ്റിനും വലിയ വലിയ പണക്കാർ അവരുടെ വെക്കേഷൻ ഹോംസ് ഒക്കെ പണിതിട്ടുണ്ട്. നമ്മുടെ ഹോളിവുഡ് സ്റ്റാർസ്, ഹോളിവുഡിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഹോളിവുഡ് എത്താം. ഇതൊരു വലിയൊരു കുന്നും പ്രദേശമാണ്. ബിഗ് ബെയർ, ലേക്ക് ഏരോഹെഡ് എന്നൊക്കെ പറഞ്ഞ സിറ്റികള്, അതൊരു ഇങ്ങനെ കുന്നും പ്രദേശമാണ്. ഇവിടെ മഞ്ഞ് പെയ്യും. സദേൺ കാലിഫോർണിയയിൽ സാധാരണ മഞ്ഞ് പെയ്യില്ലെങ്കിലും ഈ പ്രദേശത്ത് മഞ്ഞ് പെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങിന് ആൾക്കാർ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെക്കേഷൻ ഹോംസ് ആണ്. അവർ സ്ഥിരം ഇവിടെ ജീവിക്കില്ല. അവരുടെ ഉല്ലാസ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന വാർത്ത വേറെയാണ്. ഇപ്പൊ നമുക്കറിയാവുന്നതുപോലെ യുക്രൈൻ റഷ്യ വാറ് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ട്രംപ് പറഞ്ഞിരുന്നത് അദ്ദേഹം ഈ യുദ്ധത്തെ അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തില് ഇപ്പോൾ അദ്ദേഹം ജയിക്കും ചെയ്തു. എന്നാൽ ഇപ്പോഴും ജോ ബൈഡനാണ് അധികാരത്തിലിരിക്കുന്നത്. കമല ഹാരിസും ജോ ബൈഡനാണ് അധികാരത്തിലിരിക്കുന്നത്. നമുക്ക് തോന്നുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹം ഇത്രയും പ്രായമുള്ള നമ്മൾ ഭാഷയിൽ ഈ കാർന്നൂര് ഇറങ്ങി പോകുന്നതിന് മുമ്പ് റഷ്യനെ ഒരു പരുവമാക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുടിന് വ്യക്തമായ ഇത് നടന്നു. പുടിൻ അണുവായുധം ഉപയോഗിക്കണോ എന്ന് വരെ ചിന്തിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഒരു പക്ഷേ അദ്ദേഹം ഗതികെട്ട്, കാരണം പുടിൻ അറിയാം ട്രംപ് വന്നാൽ ഇത് അവസാനിക്കും. ഏകദേശം 2 മാസം കാത്തിരിക്കണം. ജനുവരി 20 ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് ഇനാഗുറേഷൻ കഴിഞ്ഞ് അധികാരത്തിൽ ഏറ്റെടുക്കുള്ളൂ. അത്ര നാളൊരു ലെയിം സീസൺ പോലെ സെഷൻ പോലെയാണെങ്കിലും കമല ഹാരിസും ജോ ബൈഡനും തന്നെയാണ് അധികാരത്തിൽ ഇരിക്കുന്നത്. അവർക്ക് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം അമേരിക്കയിലുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനും വ്യക്തമായ അനുവാദം കൊടുത്തിരിക്കണം. എങ്ങനെ വേണമെങ്കിലും ലെബനനിലും ബോംബ് ചെയ്തോ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും എവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നെതന്യാഹുവിനും അങ്ങനെ ഒരു അനുവാദം കൊടുത്തിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് റഷ്യ യുക്രൈൻ വിവാദത്തിൽ വരുമ്പോൾ ലോങ് റേഞ്ച് റഷ്യക്ക് ഉള്ളിൽ പോയി എങ്ങനെ വേണമെങ്കിലും ആക്രമിക്കാവുന്ന മിസൈലുകളാണ് അമേരിക്ക കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ. കാരണം ട്രംപ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ യുദ്ധം ഏത് സ്ഥിതിയിലാകും, അതോ യുക്രൈന്റെ വലിയൊരു പ്രദേശം പുടിൻ കൊണ്ടുപോകുമോ എന്നൊരു ആശങ്കയുണ്ട്. ഇതിനിടയിലാണ് ഒരു ചൈനീസ് കപ്പല് കടലിന്റെ ബാൾട്ടിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു കേബിള് ഈ കപ്പൽ കടന്നു പോയപ്പോ മുറിഞ്ഞു പോയതാണ് എന്നാണ് പറയുന്നത്. ഈ കപ്പൽ വരുന്നത് റഷ്യയിലെ ഒരു പോർട്ടിൽ നിന്നാണ്. ഈ റഷ്യയിൽ നിന്നും ചൈനയിലേക്ക് പോകുന്ന കപ്പല് ഇങ്ങനൊരു അവിടെ നിർത്തിയിട്ടതായിട്ടാണ് ചൈനീസ് ഈ കപ്പലിന്റെ ദിശയൊക്കെ നിർണ്ണയിക്കുന്ന രേഖകൾ പ്രകാരം അവിടെ നിർത്തിയിട്ടു. അവിടെയാണ് ഈ കേബിൾ പോയിരിക്കുന്നത്. ഇത് സംഭവിച്ചിരുന്നത് ലിത്വാനിയ, സ്വീഡൻ, ഡാനിഷ് നേവിയാണ് ഈ കപ്പലിനെ തടഞ്ഞു വെച്ചിരുന്നത്. ഈ കപ്പലിനെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ കപ്പൽ ഇതുവരെ അവർ സെർച്ച് ചെയ്തിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ കയറി ഇവിടുത്തെ ഈ കപ്പലിലെ തൊഴിലാളികളെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ചോദ്യം ചെയ്യുകയും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞത് ജർമ്മൻ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്, ഇത് അപകടമല്ല, ഇതൊരു അട്ടിമറിയാണ്. ഇറ്റ്സ് എ സബോട്ടേജ്. ഇതൊരു അട്ടിമറി എന്നാണ് ജർമ്മൻ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഗൗരവം വളരെ അധികം കൂടിയിരിക്കുകയാണ്. കാരണം ഈ യുദ്ധം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റഷ്യ യുക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. അത് തീരുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ട്രംപ് വരുന്നതിന്റെ മുന്നോടിയായിട്ട് അത് തീർത്ത് നമ്മുടെ ജോ ബൈഡൻ അത് തീർത്ത് ട്രംപിന് കൊടുക്കുന്നതിന് പകരം ഉള്ള ലോങ് റേഞ്ച് മിസൈലൊക്കെ കൊടുത്തിട്ട് പുടിനെ ഇല്ലാണ്ടാക്കുമോ എന്നാണ് നമ്മൾ കാണുന്നത്. പുടിൻ അണുവായുധത്തെ പറ്റി സംസാരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചർച്ച നടക്കുന്നത്. തന്നെയുമല്ല G20 ഉച്ചകോടി ഇവിടെ പെറുവിൽ നടക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഒരു തീരുമാനം ഉണ്ടാവും, ഇതുപറ്റി ചർച്ച ഉണ്ടാവും എന്നൊക്കെയുണ്ട് പറഞ്ഞിരുന്നുവെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. ഈ ചർച്ചയിലൂടെ ഇത് തീർക്കാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഒപ്പം തന്നെ ഈ ചൈനീസ് കപ്പൽ ഇതിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ ഇതിന്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. കാരണം ചൈന പോലെയുള്ള രാജ്യം കൂടി ഇതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഗൗരവം വലുതായിരിക്കും. ഒപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ വടക്കൻ കൊറിയ, നോർത്ത് കൊറിയയുടെ കിം ജോങ് ഉൻ
ഒരു 10,000 പട്ടാളക്കാരെ റഷ്യക്ക് വേണ്ടിയിട്ട് യുക്രൈനുമായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ രാജ്യങ്ങള് അപ്പുറത്ത് ചേരിയിൽ ചേരുകയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇപ്പുറത്ത് ചേരുകയും വേറൊരു പുതിയ പ്രസിഡന്റ് അമേരിക്കയിൽ വരാൻ കാത്തിരിക്കുന്ന കാലഘട്ടമാണെങ്കിൽ പോലും ഇത് ഏത് ദിശയിലേക്ക് തിരിയും? പുടിൻ കാത്തിരുന്ന് കാണുമോ, അതോ അദ്ദേഹത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാവും? കാരണം അമേരിക്കയുടെ ലോങ് റേഞ്ച് മിസൈലുകള് യുക്രൈന്റെ സെലൻസ്കി ഉപയോഗിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നീട് അത് പിക്കപ്പ് ചെയ്യാൻ സമയമെടുക്കും. കാരണം എയർപോർട്ടുകൾ, ഡിഫൻസ് ആയിട്ടും ബന്ധപ്പെട്ട് ആയുധപ്പുരകളോ അങ്ങനെയൊക്കെ യുക്രൈന്റെ സെലൻസ്കി നശിപ്പിക്കുകയാണെങ്കിൽ അതൊരു വലിയ ആഘാതം തന്നെ റഷ്യയെ ഏൽപ്പിക്കും. അപ്പൊ പുടിൻ തിരിച്ചടിക്കാതെ സാധിക്കാത്തൊരു സ്ഥിതി വരും. ഇപ്പൊ പുതിയതായിട്ട് വരുന്നിരിക്കുന്ന വിവരം, കപ്പല് ഇത് കഴിഞ്ഞ വർഷവും ചൈന ചെയ്തു. ബാൾട്ടിക് സമുദ്രത്തിൽ വെച്ച് നവംബർ 2023 ഇതുപോലെയുള്ള കേബിൾ ശൃംഖലയെ ചൈന കപ്പൽ ഒരു ചൈനീസ് കപ്പൽ കടന്നു പോയപ്പോൾ മുറിക്കപ്പെട്ട ഒരു സംഭവം മുമ്പുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് കേബിളുകള്, അതായത് വിവര സാങ്കേതിക വിദ്യകളുടെ കേബിളുകൾ ഈ കടലിന് കുറുകെ ഇട്ടിരിക്കുന്നത് മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഇനി ചൈനയുടെ ഒരു കപ്പലിന്റെ ഉള്ളിൽ കയറി ഡാനിഷ് നേവിയുടെ കസ്റ്റഡിയിലാണ് കപ്പലുള്ളത്. ഇപ്പൊ മറ്റ് നാറ്റോ രാജ്യങ്ങളും വന്നിട്ട് ഈ കപ്പൽ സെർച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ സി ജിൻപിങ്, ചൈനയുടെ പ്രസിഡന്റ്, എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, ചൈന ഈ യുദ്ധത്തിലേക്ക് കടന്നുകൂടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാൻ സാധിക്കും.